സോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയിൽ പാർട്ട്ണർഷിപ്പിൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ് വരുന്നുണ്ട്. അതിലൊന്നാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഒന്നാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഒന്ന് പറഞ്ഞു തരാമോ. സോ ആ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇവിടുത്തെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലിടുന്ന ക്യാപിറ്റൽ അത് ഫിക്സ്ഡ് ആയിട്ട് അവസാനം വരെ അങ്ങനെ നിൽക്കണം. അൺടിൽ ആൻഡ് അൺലെസ് ദർ ഈസ് നോ or any kind of additional capital introduced or drawings. പുതുതായിട്ട് എന്തെങ്കിലും ക്യാപിറ്റലിനോട് നമ്മൾ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്യാപിറ്റൽ ആരെങ്കിലും വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നതോ വരെ തുടക്കത്തിൽ എത്രയാണോ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് സെയിം എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു അവസാനത്തിലും കിട്ടണം. അത് വെച്ചിട്ട് നമ്മളിത് ചെയ്യാറുണ്ട്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ പാർട്ട്നേഴ്സ് റിമെയിൻ ഫിക്സഡ് അൺലെസ് സം അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്. ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് വഴി അവർ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് കുറച്ച് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത് വരെ ആ നമ്മൾ തുടക്കത്തിലിട്ട ഒറിജിനൽ ക്യാപിറ്റൽ തന്നെ റിമൈൻ ചെയ്യാൻ, അതായത് അവസാനം വരെ ഫിക്സ്ഡ് ആയിട്ട് റിമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കിങ്ങനെ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും കാണിക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് വെക്കും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു തന്നെ വെക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലോസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിൽ കാണിക്കുക. ആ അക്കൗണ്ടിൻ്റെ പേരാണ് കറണ്ട് അക്കൗണ്ട്. ഒരു കറണ്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം നമ്മൾ കാണിക്കുക. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ഒറിജിനൽ ക്യാപിറ്റലാണ് നമ്മൾ കാണിക്കുക. അഥവാ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കും, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കാണിക്കും. അത് മാത്രമേ അത് കാണിക്കത്തുള്ളൂ. കറണ്ട് അക്കൗണ്ടിലാണ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലോസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലാണ് കാണിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പാർട്ട്നേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പുതുതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കമ്പനി ഫേം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ വരുമ്പോൾ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ എന്താണ്, ആ ഒരു ക്യാപിറ്റൽ ഫ്ലക്ച്വേഷൻസ് വരാൻ കാര്യമുണ്ട്, അല്ലെങ്കിൽ കാരണമാവുന്നുണ്ട്, ഫ്ലക്ച്വേഷൻസിന് സാധ്യതയുണ്ട്. So this method is known as fixed capital method, as the original capital invested by any partner remains the same unless additional capital is bought on in part or the capital is withdrawn as per agreement. Agreement പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഡ്രോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യുക, അതുപോലെ അഡീഷണൽ ക്യാപിറ്റലിനെ ആഡ് ചെയ്യും. അങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലും വരുന്നത് വരെ ഒറിജിനൽ ക്യാപിറ്റൽ എൻഡിലും അതുപോലെ തന്നെ ഒരു മാറ്റം ഇല്ലാണ്ട് ക്യാപിറ്റൽ നിൽക്കുവാണെങ്കിൽ അങ്ങനെ നിർത്തണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് കറണ്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഓക്കെ, എൻഡ് ഓഫ് ദി അക്കൗണ്ട് പീരീഡിൽ കറണ്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അതിൽ നമുക്ക് ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ കറണ്ട് അക്കൗണ്ട് അതൊരു ഡെബിറ്റ് ബാലൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഡെബിറ്റിലാണ്, അതായത് കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇഫ് ഈ ഒരു കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളതെന്ന് വിചാരിക്കുക, അതെന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ബട്ട് ഇറ്റ് ഷുഡ് ബി noted that capital account balance and current account balance should be shown separately balance sheet അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുകയും വേണം. സോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ റിമെയിൻ ഫിക്സഡ്, their current accounts gone fluctuating. So fixed capital account capital value amount, capital account എന്ത് ചെയ്യും, രണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിട്ട് തന്നെ നിലനിൽക്കും. നമ്മൾ തുടക്കത്തിൽ എത്ര രൂപയാണ് എഴുതി അത് തന്നെയൊക്കെ എൻഡിലും ഉണ്ടാവും. എന്നാൽ കറണ്ട് അക്കൗണ്ട് അങ്ങനെയല്ല, അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും.
Okay, so in the absence of agreement to the contrary, capital accounts are maintained according to the fluctuating capital method. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. ഒരു ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിന് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് നോക്കിക്കേ, അതിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണോ ഉള്ളത് അതാണ് നമ്മൾ അവിടെ ആദ്യം എഴുതും. പിന്നെ എന്തെങ്കിലും എന്താണ് അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിവിടെ കാണിക്കും. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് എഴുതുക. അതുകൊണ്ട് ക്യാഷിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് വഴിയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെയാണ് കാണിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കാണിക്കുക. എങ്ങനെ എഴുതുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് കുറയും. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ്, ഇത് രണ്ടും ഇല്ലെങ്കിൽ, ഈ അഡീഷണലും ക്യാഷ് വിഡ്രോവലും ഇല്ലെങ്കിൽ ഈ എമൗണ്ട് എത്രയാണോ അത് തന്നെയാണ് ഇങ്ങോട്ട് ക്യാരി ഡൗൺ ചെയ്യുക, അത് തന്നെയാണ് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, അഡീഷണൽ ആയിട്ടൊന്നും കൊണ്ടുവരുന്നില്ലെങ്കിലും വിഡ്രോവൽ നടന്നിട്ടില്ലെങ്കിലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് റിമെയിൻ ഫിക്സഡ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് നടന്നാലോ അതിൽ മാറ്റം വരും. ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ട് നോക്കാം. കറണ്ട് അക്കൗണ്ടിൽ ക്യാപിറ്റൽ വാല്യൂവിന് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ വരും. ഓക്കെ, അതായത് ക്യാപിറ്റലിൻ്റെ ഒരാളുടെ ഒരു പാർട്ട്ണറിൻ്റെ അയാൾക്ക് സാലറി കിട്ടുമ്പോൾ, അയാൾക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ അയാളുടെ ക്യാപിറ്റലിൻ്റെ വാല്യൂവിന് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ്സ് ആയിട്ട് എഴുതും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിക്രീസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ലോസ്, അതൊക്കെ നമ്മൾ ഇവിടെ എഴുതുക, ഡെബിറ്റിലാണ് എഴുതുക. അതിൻ്റെ വാല്യൂവിന് ഇൻക്രീസ് ചെയ്യുന്ന സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതൊക്കെ ഇവിടെയാണ് എഴുതുക. ക്ലിയർ അല്ല? സോ ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഈ ഒരു മെത്തേഡ് നല്ല സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.